അങ്ങനത്തെ കുറച്ച് എക്സ്പീരിയൻസുകൾ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നേഴ്സിംഗ് എക്സ്പീരിയൻസുകൾ. അപ്പോൾ ഇതൊരു 20 ഇയേഴ്സ് ബാക്കുള്ളൊരു എക്സ്പീരിയൻസാണ്. ഞാൻ ഏറ്റവും കൗതുകത്തോടെ വീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ അമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധം. അത് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അത് അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഈ അമ്മ മകൻ തമ്മിലുള്ള സ്നേഹം, ഒരു ഈവനിങ് ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് ഇങ്ങനെ പോയി ചെല്ലുമ്പോഴാണ് ഒരു അമ്മയും മകനും നടന്നു വരുന്നത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ കൗതുകത്തോടെ നോക്കിയത് ഈ അമ്മ ആ മകൻ്റെ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ വാർഡിലൂടെയൊക്കെ പോകുമ്പോൾ കാണുന്നത് ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ അമ്മയാണ്. എനിക്കതൊരു കൗതുകമായി. അങ്ങനെ പിന്നെ ഇവരുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ മകനില്ലാത്ത സമയമെല്ലാം അമ്മ ഓർക്കുന്നത് ഇങ്ങനെ ചെറുതിലെ കുളിപ്പിച്ചത്, ഡ്രസ്സുകൾ, വീട്ടിൽ ചൂടോടെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് എല്ലാം. ഷീ ഈസ് ലൈക്ക് എവറി ടൈം അമ്മ യൂസ് ടു ഇങ്ങനെ നമ്മുടെ ചില കാര്യങ്ങൾ പഠിച്ചത്, മാർക്ക് മേടിച്ചതൊക്കെ പറയുമ്പോൾ നാഗവല്ലിയുടെ ഒരു മാറ്റം പോലെ ഫേസിൽ ഭയങ്കര ഹാപ്പിനെസ്സും ഒക്കെ വരുന്ന കണ്ടു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ചില അമ്മമാർ ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ അവരുടെ ലോകം എന്ന് പറയുന്നത് ഈ മകനും അടുക്കളയും മാത്രം. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. വീടിനകം മാത്രമായിട്ട്, വീടിനകത്ത് ഒരുപാട് ജോലി ചെയ്ത് മക്കൾ, നമ്മൾ ചൂടോടെ ഭക്ഷണം കഴിക്കുന്നത് അവരുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ അപ്പം മകൻ ഈസ് ലൈക്ക് അമ്മയ്ക്ക് ഏറ്റവും ബെറ്റർ കെയർ കൊടുക്കുക. അമ്മയ്ക്ക് ഈ ഹോസ്പിറ്റൽ സിറ്റുവേഷൻസ് കുറച്ച് പേടിയും ഉണ്ടാക്കുന്നുണ്ട്. ഇനി എങ്ങനെയോ അവർ അവസാനം ഒരു ICUലെ വെന്റിലേറ്ററിൻ്റെ അടുത്ത് വരെ എത്തുവാണ്. അപ്പോൾ ഇനി ഏറ്റവും വിഷമിച്ച ഒരു സംഗതി, ഇവർക്ക് വേദന വരുന്നുണ്ട്, ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അപ്പോഴൊക്കെയും അവർ മകനെയാണ് തിരയുന്നത്. ആൻഡ് ഷീ സ്റ്റാർട്ടഡ് എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെ ഭയങ്കര ഇൻറ്റിമസി ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കും. അപ്പോൾ ഷീ സ്റ്റാർട്ടഡ് ഹോൾഡിങ് എൻ്റെ കൈ പിടിച്ചിട്ടിരിക്കുക. എന്നാലും ആ കണ്ണുകൾ എപ്പോഴും ആ മകനെ പരതിക്കൊണ്ടിരിക്കുക. മകൻ ഈസ് ലൈക്ക് വെന്റിലേറ്ററിലായി, വെന്റിലേറ്റർ ഡിസ്കണക്ട് ചെയ്യണം, പക്ഷേ മകൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഐ ക്യാൻ സീ രണ്ടുപേരുടെയും, ഇത് 20 ഇയേഴ്സ് ബാക്കാണ്. എന്താണെങ്കിൽ ഞാൻ രാജഗോപാൽ സാറിനെ വിളിക്കാൻ പറയും മകനോട്. അപ്പോൾ അന്ന് എനിക്കത് അറിയില്ല, രാജഗോപാൽ സാറിന് അറിയില്ല, 20 ഇയേഴ്സ് ബാക്ക്. അപ്പോൾ സാഗ വാസ് ലൈക്ക് ഈ വെന്റിലേറ്റർ അയാളുടെ കഴുത്തേലുണ്ടായിരുന്നൊരു മാല വരെയും തീർന്നു. ഇനി ഡിസ്കണക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ വെന്റിലേറ്റർ എടുത്തു കഴിയുമ്പോൾ ശ്വാസം പോകും. ഇപ്പോൾ അമ്മയ്ക്ക് ശ്വാസം പോകുന്നുണ്ട്, ഇങ്ങനെ വയറ് പൊങ്ങുന്നുണ്ട്, വെന്റിലേറ്റർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സമയം എത്തിയപ്പോൾ ഡിസ്കണക്ട് ചെയ്ത് നമ്മൾ ഈ ട്യൂബിനകത്തോട്ട് ആംബു ബാഗ് കണക്ട് ചെയ്യും. ആംബു ബാഗ് ബലൂൺ പോലെ ഇരിക്കും, സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതിങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എയർ പോകും. അപ്പം ആവുന്നവരെ ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇത് പൊങ്ങിയും താഴ്ന്നു വയ്ക്കും. ബാക്കി ഇൻസ്ട്രക്ഷൻസ് എന്താണ്, ഇവർക്ക് നാഗർകോവിൽ വരെ കൊണ്ടുപോകണം, ഒന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. അന്ന് ഞാൻ ആ കണ്ണുകളിൽ കണ്ട ആ മകൻ ആകെ തകർന്നു. അപ്പോൾ ഒരു കാര്യം ഞാൻ അതിനകത്ത് മനസ്സിലാക്കിയത്, നമ്മൾ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോയാൽ, ഞാനത് ചെയ്യാറില്ല കേട്ടോ. ഞാനെല്ലാം ലൈക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. മകൻ
ലൈക്ക് ഒരു 18 ഇയേഴ്സ് കഴിയുമ്പോൾ ദേ ഹാവ് ദെയർ ഓൺ റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ സ്റ്റിക്ക് ഓൺ ആരോടെ ആയാലും നമുക്ക് പിന്നെ അത് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ പറയാൻ വന്നത്, ഇങ്ങനെ ഈ കേരളത്തിൽ ഒരുപാട് അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മാർവലസ് ആയ ബ്യൂട്ടിഫുള്ളായ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന, ജീവനേക്കാൾ മക്കളെ സ്നേഹിക്കുന്ന ടോക്സിക്കും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്, ആൻഡ് അമ്മമാരുണ്ട്. അപ്പോൾ ഇവരെ മക്കളിങ്ങനെ എല്ലാം നൽകി പ്രൊട്ടക്റ്റ് ചെയ്യും. അറ്റ് ദ എൻഡ് എന്ത് സംഭവിക്കാമെന്ന് വെച്ചാൽ, ഒരു ICU ഡിസിഷൻ വരുന്ന സമയത്ത് ഇവർക്ക് ആവശ്യമില്ലാതെ അവരുടെ പുറത്ത് CPR, നമ്മൾ ഇപ്പോൾ ഒരു എൻഡ് സ്റ്റേജ് അതിനൊന്നും ചെയ്യാനില്ല, ലെറ്റ് ദം ഡൈ പീസ്ഫുള്ളി എന്നതിന് പകരമായിട്ട് അവർക്ക് റെസിസ്റ്റേഷൻ കൊടുക്കുക, പ്രസ് ചെയ്ത് ഹാർട്ടിനെ തിരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുക, അതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? ആൻഡ് മോസ്റ്റ് ഭയങ്കര ഭീകരമായി തോന്നിയത്, ഈ അടുക്കളയും ഈ ലോകവും കൂടി പോയാലൊരു പേപ്പറും TV മാത്രമുള്ള ഈ അമ്മമാർ ഈ മനോഹരമായ ഭൂമിയിൽ ജീവിച്ച് ഇത്രയും സമയം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു പോകുന്ന സമയം ഇത്രയും ഭീകരമാക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് നല്ലൊരു സെൻഡ് ഓഫ് അല്ലേ നമ്മൾ കൊടുക്കേണ്ടത് മക്കളെ. സോ ഇത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവർക്ക് എങ്ങനത്തെ ഒരു യാത്രയായപ്പോൾ നമുക്ക് കൊടുക്കാം. ഞാനിപ്പം ഈ ഹോസ്പൈസ് നഴ്സിങ്, അതായത് ഇപ്പോൾ ഒരു ഗുരുതര രോഗം വന്നു, ഇനി ഫർദർ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല, സപ്പോർട്ടീവ് കെയറും പെയിൻ മാനേജ്മെൻറ്റ്, അവരെ കംഫർട്ടബിളായിട്ട് കിടത്തി അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ ഹോസ്പൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ഭീകരതയാണെന്ന് ആലോചിച്ച്, നമ്മുടെ അമ്മമാർ ആ പോകുന്ന സമയത്ത് അവർ ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൈകൾ നമ്മളുടേതല്ലേ. പരിചയം പോലും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ഇത്രയും സ്നേഹിച്ച് നമ്മുടെ കൂടെ നടന്ന് ഒരാളെ നമ്മൾ കൊണ്ടാക്കുക. അവർക്ക് ഏറ്റവും കമ്പാഷൻ ആവശ്യമുള്ള, ഏറ്റവും ഒരു കൈപ്പിടി ആവശ്യമുള്ള, ഏറ്റവും നല്ലൊരു കരുണ, ഒരു ദയവ്, നമ്മുടെ സ്നേഹം മുഴുവൻ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ വിചാരിക്കുന്നു ഒരു ആശുപത്രി ICUവിൽ അവർക്ക് ഏറ്റവും നല്ല കെയർ കിട്ടുന്നുണ്ട്. പക്ഷേ പേടിച്ചിട്ടാണോ അവർ അവിടെ ഉള്ളത്? ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ മരണം നമുക്ക് തീരുമാനിക്കാം. ലൈക്ക് അങ്ങനെയല്ല, ഇപ്പം നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആക്സിഡൻറ്റ്, അങ്ങനെയല്ല. നമ്മളിപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരു എൻഡ് ഓഫ് ലൈഫ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ മരിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. അത് നമുക്ക് എഴുതി വെക്കാൻ ഉള്ള റൈറ്റ് പോലും ഉണ്ട്. ഇത് നന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പാലിയേറ്റീവ് കെയർ ഫിസിഷ്യനാണ്. ഒരു ഹോസ്പൈസ് നേഴ്സ്, ഞാൻ പ്രൈവറ്റായിട്ട് ഒരു ഹോസ്പൈസ് നമുക്ക് വീട്ടിലും ക്രിയേറ്റ് ചെയ്യാം. വീട്ടിൽ നമുക്കൊരു ഹോസ്പൈസ് കൊടുക്കാം. അപ്പോൾ ആസ് എ ഹോസ്പൈസ് നേഴ്സ് ചില മരണങ്ങൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ എടുക്കും നമ്മുടെ ഫിസിക്കലി മെൻ്റലി നമ്മളൊന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു ഹോസ്പിറ്റൽ സിറ്റുവേഷനിലെ ഹാൻഡ്ലിങ് പോലെയല്ല ഒരു ഹോസ്പൈസ് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇതൊരു വലിയ, ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു ശ്വാസമുട്ടൽ, ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുമ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൈകൾ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരുടെയാണ്. അപ്പോൾ ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വെന്റിലേറ്റേഴ്സ് ടൂൾസും കുറേ ആൾക്കാരും. അപ്പം ഇതിനൊരു മാറ്റം വരേണ്ട ആവശ്യമില്ലേ? നമ്മുടെ അമ്മമാരെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു സമയം വന്നില്ലേ? ഇത്രയും നമ്മൾ ഒരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ട്, ഭയങ്കര ഫെസിലിറ്റീസ് ഉള്ളവർ പോലും അവസാനം ഇങ്ങനെ ഒരു തീരുമാനമില്ലാതെ കഷ്ടപ്പെട്ട് വെന്റിലേറ്റേഴ്സും നമ്മളെ കാണാതെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാനാണോ? അങ്ങനെ ഒരു മരണം ആണോ? അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളൊരു വളരെ വേദനിച്ചിട്ടുണ്ട്.
ഞാൻ അങ്ങനെ ഐ സി യുന്ന് മാറിയത്. കാരണം പലരും അവരുടെ കണ്ണുകളുടെ ഭയം, ഇനിയൊന്നും ചെയ്യാനില്ല, പിന്നെ നമ്മൾ എന്തിനു ചെയ്യണം, ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇനിയൊന്നും ചെയ്യാനില്ല എങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് അതിമനോഹരമായി അവർക്കൊരു അതിമനോഹരമായ ഒരു യാത്രയായപ്പോൾ നമുക്ക് നൽകാൻ പറ്റും. എന്തിനാ വേദനിച്ച് വെപ്രാളപ്പെട്ട് മരിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ അത്ര സുഖകരമായി തോന്നത്തില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ആദ്യം കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്ററിലാണ്. അവിടുത്തെ ഒരു പാലിയേറ്റീവ് കെയർ ഫിസിഷ്യൻ ഇനിയുള്ള മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം, ഒരു പീസ്ഫുൾ അന്തരീക്ഷം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇറ്റ് വാസ് സോ ഹാർട്ട് ബ്രേക്കിംഗ്. പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ജീവിതകാലം മുഴുവൻ കൈ പിടിച്ച് നടക്കുന്ന മക്കളുണ്ട്, അമ്മമാരെ, അച്ഛന്മാരെ. അപ്പോൾ അവസാനം ഇവർ പുറത്തുള്ളവരുടെ വിഷമവും അകത്തുള്ള അവരുടെ വിഷമവും, ഇറ്റ്സ് ലൈക്ക് സംതിങ്. അതിനൊരു മാറ്റം വരണം. നമുക്ക് നാട്ടിൽ ഹോസ്പൈസുകൾ വരണം. എന്താണ് ഹോസ്പൈസ് എന്ന അവയർനെസ് ജനങ്ങളിൽ വരണം. അത് ഇൻ കേസ് ഓഫ് ഒരു ക്രോണിക് ആയിട്ടുള്ളൊരു അസുഖം വന്ന് ഇനി ട്രീറ്റ്മെൻറ്റ് ഇല്ല, ഇനി ഒരു പീസ്ഫുൾ എൻഡ് ഓഫ് ലൈഫ് ആകുമ്പോഴാണ് ഹോസ്പൈസ്. ഇനി ഞാൻ ചിന്തിക്കുന്നത് ഒരു 80, 70, 60 വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സംതിങ് ലൈക്ക് ഒരു ഇനിയൊന്നും ചെയ്യാനില്ലാത്ത സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കണോ? നമ്മുടെ സമൂഹം ഇത് ചിന്തിക്കേണ്ട ഒരു സമയം. ഒരുപാട് പേടിയോടെ നമ്മൾ എന്തിനു മരിക്കണം? നമ്മളെല്ലാം ഓർഗനൈസ് ചെയ്യാറുണ്ട്, കല്യാണം, പാലുകാച്ച് എല്ലാം ഓർഗനൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ എൻഡ് സ്റ്റേജസ് അത് എന്തിനു ബുദ്ധിമുട്ടി നമ്മൾ ഓർഗനൈസ് ചെയ്യണം? നമുക്ക് നേരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാം. ഇതിനെക്കുറിച്ച് വളരെ അത്യാവശ്യം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ വന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പാലിയേറ്റീവ് കെയർ സെൻറ്റേഴ്സിൽ, ഇപ്പോൾ എൻ്റെ അമ്മ ഐസിയുവിൽ തന്നെ മരിക്കണോ, അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് അങ്ങനെ ഒരു ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇതിനെല്ലാം ആൻസർ ചെയ്യാൻ പാലിയേറ്റീവ് കെയർ സെൻറ്റേഴ്സിനും അവിടെയുള്ള ഡോക്ടേഴ്സിനും നഴ്സസിനും പറ്റും. സോ പ്ലീസ്, ഇഫ് യു വോണ്ട് നമ്മുടെ ലവ്ഡ് വൺസിനെ അധികം ബുദ്ധിമുട്ടിപ്പിക്കാതെ, ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതും സ്നേഹം കൊടുക്കേണ്ടതുമായ സമയം അവസാന നിമിഷങ്ങളാണെന്ന് ആസ് എ നേഴ്സ് ഞാൻ കരുതുന്നു. So, bye-bye.